മോനെ എന്തോ മക്കളെ നാളെ മറയൂരെങ്ങാനും പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യം കാണുമായിരിക്കും. ഇല്ല വേറൊന്നും അല്ല മക്കളെ, അമ്മച്ചിക്ക് നാളെ മരുന്നൊക്കെ തീർന്നു, ആശുപത്രി വരെ പോണായിരുന്നു, ഇച്ചിരി മരുന്ന് മേടിക്കണായിരുന്നേ. അതുകൊണ്ട് നിന്റെ കൂടെ വരാലോ എന്നോർത്ത് ചോദിച്ചു. എൻ്റെ കൂടെ ആരും വരണ്ട, തന്നെ അങ്ങ് എഴുന്നള്ളി പോയാൽ മതി. അവനവന് മരുന്ന് മേടിക്കാനായിട്ട് ഞാൻ എന്തിനാ വന്നെ? റോഡിൻ്റെ സൈഡിൽ കൂടി ഇഷ്ടം പോലെ ഓട്ടോ പോകുന്നുണ്ട്. വീടിൻ്റെ അടുത്ത് തന്നെയാണ് റോഡ്. അങ്ങ് ജംഗ്ഷനിൽ പോയൊന്നും ഓട്ടോ കയറണ്ടല്ലോ ഈ മറയൂർ വരെ പോകാനായിട്ട്. കിട്ടുന്ന ഓട്ടോയ്ക്ക് അങ്ങ് കയറി പോയാൽ മതി. എന്ന് ഞാൻ മറയൂർ പോയാലും അന്ന് എന്തെങ്കിലും വള്ളിയും കൊണ്ട് വരും. ഒന്നില്ലെങ്കിൽ മരുന്ന് മേടിക്കണം, ബ്ലൗസ് തയ്ച്ചത് മേടിക്കണം, അവിടെ പോകണം ഇവിടെ പോകണമെന്നും പറഞ്ഞ് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല കൊണ്ടുപോകാനായിട്ട്. ഞാൻ രാവിലെ പോവും, നിങ്ങൾ അത് കഴിഞ്ഞ് പോവുമോ വരുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. മോൻ ദേഷ്യപ്പെടല്ലേ മക്കളെ, അമ്മ പൊക്കോളാം. അമ്മ ഏതെങ്കിലും കിട്ടുന്ന വണ്ടിക്ക് പൊക്കോളാം കേട്ടോ, ഒരു ശല്യമില്ല. മോനെ എന്നാ അമ്മ? മോനെ നാളെ മറയൂരെങ്ങാനും മോൻ പോകുന്നുണ്ടോ മക്കളെ? പോകുന്നുണ്ടമ്മ രാവിലെ. മോനെ അമ്മച്ചിക്ക് ഒന്ന് ആശുപത്രി വരെ ഒന്ന് പോണായിരുന്നു. മോൻ പോകുന്നുണ്ടേ മോന്റെ കൂടെ ആ ബൈക്കില് സ്കൂട്ടിയിലേ ഒന്ന് വരാന്ന് ഓർത്തു. ഇല്ലെങ്കിൽ വെറുതെ 30 രൂപ ഓട്ടോ കാശ് കൊടുക്കണല്ലോ. അതിനെന്താ അമ്മ അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? അമ്മേനെ ഞാൻ കൊണ്ടുപോകില്ലേ ആശുപത്രിയില്? രാവിലെ എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു, പക്ഷെ ഇനിയിപ്പോൾ അത് പിന്നെ ചെയ്യാം. നാളെ കഴിഞ്ഞാണെങ്കിലും പോയാൽ മതി. നമുക്ക് ഒരുമിച്ച് ആശുപത്രി പോയിട്ട് വരാം. അതിന്റെ കുഴപ്പമില്ല മക്കളെ, മോൻ പൊക്കോ. അമ്മേനൊന്ന് അവിടെ ഒന്ന് ആ ജംഗ്ഷനിൽ ഒന്ന് ഇറക്കി വിട്ടിട്ട് മക്കൾ പൊക്കോ. അമ്മ ഡോക്ടറെ കാണാൻ പോണല്ലേ, അപ്പൊ അമ്മ ഒറ്റയ്ക്ക് പോണ്ട. ഡോക്ടറിനെ കാണേണ്ട ദിവസമാണ് നാളെ. പിന്നെ വേണ്ട വേണ്ട, അത് ശരിയാവില്ല. അമ്മ ഇനി ആശുപത്രി ചെന്ന് ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞാലും അമ്മ തുറന്നു പറയില്ല, പകുതി മരുന്ന് മേടിക്കത്തില്ല. അങ്ങനെയൊന്നും നടക്കത്തില്ല. ഞാൻ കൂടെ വരാം. എനിക്ക് അറിയണം എന്താ അസുഖം, എന്താ ബുദ്ധിമുട്ടെന്നുള്ളത്. ഇപ്പോൾ BP യുടെ ഗുളിക കഴിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായില്ലേ. ടെസ്റ്റ് ചെയ്ത് നോർമലായോ എന്നൊക്കെ എനിക്കൊന്ന് നോക്കണം. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും അമ്മ പറഞ്ഞ് ഒരു കുഴപ്പമില്ല എന്ന്. എന്നിട്ട് ഒരു ഗുളികയാണ് ഡോക്ടർ തന്നു വിട്ടത്. എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണം. അമ്മയുടെ ശരീരം ശരിയായി അല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ശരീരസ്ഥിതി. അപ്പോൾ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾ മക്കൾക്കല്ലേ ഉള്ളത്. എനിക്ക് അത് കഴിഞ്ഞിട്ടുള്ള ആവശ്യങ്ങളേ ഉള്ളൂ. നാളെ നമുക്ക് ഒരുമിച്ച് പോവാം അമ്മ. മോനെ ഈ ഒരു സ്നേഹം എന്നും എല്ലാ രക്ഷകർത്താക്കളുടെ അടുത്തും കാണിക്കുവാണെങ്കിൽ ഒരിക്കലും നമ്മുടെ കേരളത്തിൽ, എനിക്ക് കേരളം എന്നേ പറയാൻ പറ്റുള്ളൂ, കേരളത്തിലെ വൃദ്ധസദനങ്ങളുടെ എണ്ണം കുറയും. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മയുടെയും അച്ഛൻ്റെയും വില മക്കൾ അറിഞ്ഞു പോവുകയാണെങ്കിൽ മാത്രമേ അവരുടെ മക്കൾക്ക് അവരുടെ മക്കളിൽ നിന്ന് കിട്ടേണ്ട സ്നേഹവും വാത്സല്യവും കിട്ടുള്ളൂ. ഇന്ന് എന്നോട് മോൻ എന്ത് കാണിക്കുന്നോ ഇതാണ് മോൻ്റെ മക്കളും കണ്ടു പഠിക്കുകയുള്ളൂ. അത് നമ്മൾ കാണിച്ചു കൊടുക്കുക എന്നതാണ് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, താങ്ക് യു.